ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ 4ാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. കരുവാറ്റ ശ്രീവിനായകൻ, കാരിച്ചാൽ, സെന്റ് ജോർജ്, കരുവാറ്റ എന്നിങ്ങനെ 4 കളിവള്ളങ്ങളാണ് ഈ ഇനത്തിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരേണ്ടത് കരുവാറ്റ ശ്രീവിനായകനാണ്. മനോജ് പയ്യങ്കേരിയുടെ നേതൃത്വത്തിൽ വിന്നേഴ്സ് ബോട്ട് ക്ലബ്ബ് നെടുപ്പുറക്കാരാണ് അത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരേണ്ടത് കാരിച്ചാൽ വള്ളം ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം. അവര് വളരെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പോൾ കടന്നു വരികയാണ്. കാരിച്ചാൽ വള്ളം 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 3ാമത്തെ ട്രാക്കിൽ സെയിന്റ് ജോർജ് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ആലപ്പുഴ. അവര് വളരെ മനോഹരമായ രീതിയിൽ സെയിന്റ് ജോർജ് ബോട്ട് ക്ലബ്ബുകാരാണ് 3ാമത്തെ ട്രാക്കിൽ കടന്നു വരേണ്ടത്. എന്നാൽ 4ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരേണ്ടത് വെസ്റ്റ് ബോട്ട് ക്ലബ്ബ് കുമരകം തുഴയുന്ന MK സുരേഷിന്റെ നേതൃത്വത്തിലുള്ള കരുവാറ്റ വള്ളം. ഇപ്പോൾ കാരിച്ചാൽ വള്ളമാണ് മറ്റ് കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ 4ാമത്തെ ഹീറ്റ്സിൽ വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം കാരിച്ചാൽ ഇതാ മുന്നിട്ട് നിൽക്കുകയാണ്. കരുവാറ്റ വള്ളം വളരെ പിന്നിലാണ്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും എല്ലാ വള്ളങ്ങളും ഈ ഇനത്തിൽ മത്സരിക്കുന്നില്ല. 2 കളിവള്ളങ്ങളാണ് വളരെ ശക്തമായ രീതിയിൽ മുന്നേറുന്നത്. എങ്കിൽ പോലും കാരിച്ചാൽ വിജയത്തിന്റെ ഒരുപിടി കഥകൾ പറയുവാനുള്ള കാരിച്ചാൽ വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയായ വിശ്വവിഖ്യാതമായ നെഹ്റു ട്രോഫിയിൽ 14 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള കരുവാറ്റ വള്ളം കാരിച്ചാൽ വള്ളം ഇത് വളരെ മനോഹരമായ ഒരു പോരാട്ടത്തിലൂടെ ജീസസ് ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ് ഇവിടെ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ 4ാമത്തെ ഹീറ്റ്സിൽ ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് പറയുവാൻ കഴിയും. അവർ ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുമ്പോൾ ആദ്യത്തെ അവരുടെ എതിരാളി അത്ര ശക്തമല്ല എന്ന് തോന്നിയതുകൊണ്ടാകാം ഒരുപക്ഷെ അവർ വളരെ മന്ദഗതിയിലായിരുന്നു ആദ്യം തൊഴിഞ്ഞത്. ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ജീസസ് ബോട്ട് ക്ലബ്ബ് ചരിത്രം ഒരുപാട് വിജയത്തിന്റെ ചരിത്രമുള്ള ശക്തന്മാരായ ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലത്തിലെ ചുടക്കുട്ടന്മാർ, ഈ മണ്ടോത്തുരുത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയ ചുടക്കുട്ടന്മാർ ഇതാ ഈ കാരിച്ചാൽ വള്ളത്തിൽ ജീസസ് ബോട്ട് ക്ലബ്ബുകാർ അവരെ നിർമ്മിച്ചുകൊണ്ട് അവരുടെ സർവ്വശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി ഇപ്പോൾ വരികയാണ്. ഇതുവരെ അവരെ ലളിതമായി തുഴയുകയായിരുന്നു. ഇതുവരെ അവര് എതിരാളിക്ക് ഒറ്റ രീതിയിൽ അവരും കൂടെ വരട്ടെ എന്നുള്ള രീതിയിൽ അവരെ പതുക്കെ തുഴയുകയായിരുന്നു. പക്ഷേ ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുമ്പോൾ അവരുടെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് അവർ വള്ളപ്പാടുകൾക്ക് പിന്തള്ളിക്കൊണ്ട് കാരിച്ചാൽ വള്ളം 1ാമതായി